Hello dear students, welcome to another lecture of engineering mechanics. In this video, we are going to discuss about a method that is known as resolution and composition. Resolution means the replacement of a single force by several force is called a resolution. അതായത് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വേർഡിൽ തന്നെ ഉണ്ട്. നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ പല പല ടൈപ്പ് റെസൊല്യൂഷൻ ഉണ്ട് അല്ലേ. അതായത് മൊബൈലിൻ്റെ റെസൊല്യൂഷൻസ് കൂടുന്നതിനനുസരിച്ച് പിക്ചറിന് ക്ലാരിറ്റി കൂടും. അതായത് എത്രത്തോളം നമുക്ക് ഓരോ ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊല്യൂഷൻ. സെയിം മീനിങ് തന്നെയാണ് നമ്മൾ ഇവിടെയുള്ളത്. ഇവിടുത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫോഴ്സിനെ ഇതൊക്കെ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ സിംഗിൾ ഫോഴ്സ് ബൈ സെവറൽ ഫോഴ്സാണ്. ഈ ഒരു സിംഗിൾ ഫോഴ്സിനെ പല പല ഫോഴ്സാക്കി റിസോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരൊറ്റ ഫോഴ്സ്. ഇപ്പോൾ ഈ ഒരു ബ്രൗൺ കളറിൽ കാണിക്കുന്ന ഈ ഒരൊറ്റ ഫോഴ്സിനെ ഞാനിങ്ങനെ പലതായി റിസോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ റിസൊല്യൂഷൻ എന്ന് പറയാം. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് സെവറൽ ഫോഴ്സ് ബൈ എ സിംഗിൾ ഫോഴ്സ്. ഇതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ, അതായത് കമ്പൈൻ ചെയ്യുക. ഈ നാല് ഫോഴ്സിനെ കമ്പൈൻ ചെയ്തൊരൊറ്റ സിംഗിൾ ഫോഴ്സ് ആക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കോമ്പോസിഷനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പഠിച്ച പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോയിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു രണ്ട് ഫോഴ്സ് ഉണ്ടാവില്ലേ, പി ആൻഡ് ക്യൂ. ഈ പി ആൻഡ് ക്യൂവിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഒറ്റ സിംഗിൾ ഫോഴ്സാക്കി, അതായത് അതിൻ്റെ റിസൾട്ടൻ്റ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരൊറ്റ ഫോഴ്സാക്കി മാറ്റി. ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോസിഷൻ. ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ സിംഗിൾ ഫോഴ്സ് ബൈ സെവറൽ ഫോഴ്സ് ഈസ് കോൾഡ് റെസൊല്യൂഷൻ. നമ്മൾ സാധാരണ ഒരു ബോഡിയിൽ എപ്പോഴും രണ്ട് ഫോഴ്സ് തന്നെ ആക്ട് ചെയ്യണമെന്നില്ല. രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്താൽ നമുക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്തിട്ട് ചെയ്യാനറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക, ഒരു പോയിന്റിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്തു. രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്താൽ ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇഫ് ദിസ് ടു ഫോഴ്സസ് ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് two adjacent sides of a parallelogram, then the resultant will be the diagonal will be the resultant. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് വന്നാൽ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. ബട്ട് ഇഫ് പോയിൻ്റ് ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ മൂന്ന് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. മൂന്ന് ഫോഴ്സ് എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ എന്ത് മെത്തേഡും ചെയ്യാം അല്ലേ. പാരലോഗ്രാം ലോ മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. എങ്ങനെ? ആദ്യം നമ്മൾ എയും ബിയും എടുത്തു. ഈ എയും ബിൻ്റെയും ഒരു ഡയഗണൽ നമ്മൾ വരച്ചു. അതായത് എനെയും ബിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു റിസൾട്ടൻ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ എ ഇല്ല, ഈ ബി ഇല്ല, ഇപ്പോൾ ഈ ആർ മാത്രമേ ഉള്ളൂ. ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ റിസൾട്ടൻ്റ് ഉണ്ടാക്കി. ഇനിയുള്ള ബാക്കിയുള്ള ഫോഴ്സ് ഏതാ? ഈ ആർ എന്ന് പറഞ്ഞ ഫോഴ്സും സി എന്ന് പറഞ്ഞ ഫോഴ്സും മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ എന്താക്കുക, ഇനി റിമൈനിങ് ആയിട്ടുള്ളത് ഈ ആർ എന്ന് പറഞ്ഞ പോർഷനും സി എന്ന് പറഞ്ഞ പോർഷനും ഇതിനെ ഈ പറഞ്ഞ പോലെ പാരലോഗ്രാമിൻ്റെ ടു സൈഡ്സ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഡയഗണൽ വിൽ ബി ദ റിസൾട്ടൻ്റ്. അതായത് ഈ ആറിനെയും ഈ സീനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പിന്നെയും പാരലോഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ടൻ്റ് കിട്ടി. അപ്പോൾ എത്രത്തോളം ഫോഴ്സ് കൂടുന്നോ അത്രത്തോളം നമ്മൾ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്തേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ടീഡിയസ് ടാസ്ക് ആണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് റിസൊല്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ മെത്തേഡ് വരുന്നത്. എത്ര ഫോഴ്സ് വന്നാലും 1, 2, 3 ഇനി 1000 ഫോഴ്സ് വന്നാലും അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു 2 സ്റ്റെപ്പാണ് ഈ റിസൊല്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ തിയറി ഒന്നും നമുക്ക് അധികം എഴുതാനില്ല. അപ്പോൾ ഇവിടെ കോമ്പോസിഷൻ എന്നുള്ള പ്രോസസ്സ് ഈസിയാണ്, റിസൊല്യൂഷനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ റിസൊല്യൂഷൻ എങ്ങനെ ചെയ്യാം? ഒരു ഫോഴ്സിനെ കിട്ടിയാൽ എങ്ങനെ നമുക്കതിനെ റിസൊല്യൂഷൻ, അതായത് എങ്ങനെ നമുക്കതിനെ റിസോൾവ് ചെയ്യാം എന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള പുതിയ സ്റ്റെപ്സ് ഒന്നല്ല, സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു ഫോഴ്സിനെ തന്നാൽ നമുക്ക് അതിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഒരു ഫോഴ്സിനെ എങ്ങനെ രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം പാരലോഗ്രാം ലോ യൂസ് ചെയ്തിട്ട് പിനെയും ക്യൂനെയും
പി ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആർ എന്ന് പറഞ്ഞു കണ്ടുള്ളൊരു ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ആർ ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് പിയും ക്യൂവും നമുക്ക് ഉണ്ടാക്കിക്കൂടെ? എന്തായാലും ഒരു ഫോർവേഡ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിന് എന്തായാലും ഒരു ബാക്ക്വേർഡ് പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ പിനെ ക്യൂനെ കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പിയും ക്യൂവും ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. ഇങ്ങനെ ഉള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ, ഇതിനെ നമ്മൾ വെർട്ടിക്കൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ, ദിസ് ഇസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഈ ഫോഴ്സ് വേണമെങ്കിൽ ഈ ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ ആവാം, ഈ ഡയറക്ഷനിൽ വെർട്ടിക്കൽ ആവാം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ ഫോഴ്സസും ഒന്നല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കണം, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കണം. ഈ രണ്ടെണ്ണം അല്ലെങ്കിലാണ് നമുക്ക് എന്ത് വരിക? അപ്പോൾ ഹൊറിസോണ്ടൽ ആവണം, വെർട്ടിക്കൽ ആവണം. അപ്പോൾ നമുക്ക് തന്ന ഫോഴ്സ് ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഫോഴ്സ് കുറച്ച് ചെരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഫോഴ്സിനൊക്കെ നമ്മൾ റിസോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ ആക്കണം? ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും അതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കിയിട്ടേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഈ ഒരു ഫോഴ്സിനെ ഒഴിവാക്കിയിട്ട് റിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ വിൽ ബി ഒരു ഫോഴ്സിനെ ഹൊറിസോണ്ടലായിട്ടും മറ്റേ ഫോഴ്സിനെ വെർട്ടിക്കലായിട്ടുമാണ് നമുക്ക് റിസോൾവ് ചെയ്യുക. അപ്പോൾ ഈ പച്ച ഫോഴ്സ് ഇനി ഇല്ല, അതിന് പകരം നമ്മൾ അതിനെ ഇപ്പോൾ ഇത് വി എന്നുള്ള ഫോഴ്സ് ആണെങ്കിൽ V1 V2 എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഫോഴ്സാക്കി ഡിവൈഡ് ചെയ്തു. ഇനി ഈ ഗ്രീൻ ഫോഴ്സ് ഇല്ല, അതിന് പകരം നമ്മൾ രണ്ട് ഫോഴ്സാക്കി. അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സാക്കി റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് വി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സിനെ ഒരു കമ്പോണൻറ്റ്, അതായത് റിസോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് കമ്പോണൻ്റ് ഉണ്ടാവും, അതിലൊരു കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണെങ്കിൽ ഈ കമ്പോണൻറ്റിനെ പെർപെൻഡിക്കുലറായിട്ട് ഒരു കമ്പോണൻറ്റും കൂടി ഉണ്ടാവും. അതായത് ഈ രണ്ട് കമ്പോണൻറ്റും റിസോൾവ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന രണ്ട് കമ്പോണൻറ്റും 90 ഡിഗ്രി ആംഗിളിലായിരിക്കും ആക്ട് ചെയ്യുക. ദിസ് വിൽ ബി ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് ദിസ് വിൽ ബി ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ആകെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 2 കമ്പോണൻറ്റ്സ് ഉണ്ടാവും. ഒരു ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ 2 കമ്പോണൻറ്റ്സ് ഉണ്ടാവും. ആൻഡ് ഓൾസോ ദീസ് 2 കമ്പോണൻറ്റ് വിൽ ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ ഇങ്ങനെയുള്ള വി എന്നുള്ള ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തത് ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയും ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ വി എന്നുള്ള ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തു രണ്ടെണ്ണാക്കി. ഈ രണ്ടെണ്ണം ആക്കുന്ന ഈ രണ്ട് ഫോഴ്സുകളും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ മതി കണ്ടീഷൻ. വിനെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് റിസോൾവ് ചെയ്യാം. എങ്ങനെ റിസോൾവ് ചെയ്യുക? രണ്ട് കമ്പോണൻ്റ് ആക്കുക, ഈ രണ്ട് കമ്പോണൻ്റ് 90 ഡിഗ്രി ആവണം എന്നുള്ള കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സാധാരണ നോർമൽ കേസിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളതിനെ കറക്റ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടാണ് റിസോൾവ് ചെയ്യുക. ഇനി ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് അല്ല, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വെറുതെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നോക്കിയിട്ട് വേണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ, ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യാൻ. അപ്പോൾ നമ്മളിനി ഒരു ഫോഴ്സിനെ എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വി എന്നുള്ള ഫോഴ്സിനെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് നോക്കാം. പി എന്ന് പറഞ്ഞൊരു ഫോഴ്സാണ്. ഈ പി എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഈ എൻഡിൽ വെച്ചിട്ട് എനിക്ക് റിസോൾവ് ചെയ്യണം. ഏത് എൻഡിലാണ് റിസോൾവ് ചെയ്യണത് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ പി എന്നുള്ള ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ക്വാഡ്രൻറ്റുകൾ അറിയാമല്ലേ. ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മളെ ഗ്രാഫ് വരിക. ഇതിൽ ഇങ്ങനെയാണ് ഏകദേശം നമ്മളെ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഇപ്പോൾ ഇതിൻ്റെ ഏത് പോയിൻറ്റിലാണോ നമുക്ക് റിസോൾവ് ചെയ്യേണ്ടത് ആ പോയിൻ്റ് സെൻറ്റർ പോയിൻ്റ് ആക്കിയിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന പോലെ അസ്യൂം ചെയ്യുക. എന്നിട്ട് ഈ കമ്പോണൻറ്റിനെ റിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആ ഗ്രാഫിൻ്റെ ഇങ്ങനെ ഒരു കമ്പോണൻറ്റും
ഇങ്ങനൊരു കമ്പോണൻ്റ് ആയിരിക്കും. അതായത് നമ്മളുടെ ഫോഴ്സ് എപ്പോഴും റിസോൾവ് ചെയ്യുന്ന രണ്ട് കമ്പോണൻ്റ് എടയിൽ കൂടെ വരുന്ന പോലെ ആയിരിക്കണം. ഇനി നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം അല്ലേ. ഈ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് പി ഉള്ളത്. സോ ഈ റിസോൾവ് ചെയ്ത് ഈ ഒറ്റ സ്ഥാനത്തിന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണൻ്റ് ആക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കണം? എവേ ഫ്രം ദ പോയിൻ്റ് ആയിരിക്കണം. ഇവിടുന്ന് താഴേക്ക് വരക്കുമ്പോൾ റിസോൾവ് ചെയ്യുന്ന കമ്പോണൻ്റ് എന്തായിരിക്കണം? എവേ ഫ്രം ദ പോയിൻ്റ് ആയിരിക്കണം. ഇനി ഡയറക്ഷൻ നമ്മൾ വരച്ചു. ഇനി ഇതിന് സൈൻ കൺവെൻഷൻ ഉണ്ട്. സാധാരണ നമ്മൾ ഗ്രാഫിൽ സൈൻ എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇതിലെ സൈൻ കൺവെൻഷൻ വരിക. നമുക്കറിയാം സാധാരണ ഒരു ഗ്രാഫിൽ ദിസ് ഇസ് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇങ്ങോട്ട് വരുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസ്. അതേപോലെ നമ്മളുടെ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ദിസ് കമ്പോണൻറ്റ് വിൽ ബി നെഗറ്റീവ്. ഇനി അപ്വാർഡ് ഡയറക്ഷൻക്ക് പോസിറ്റീവ് വൈ ആക്സിസ് എന്നും ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് മൈനസ് വൈ ആക്സിസ് എന്നും എടുക്കുന്ന പോലെ നമ്മളുടെ ആരോ, നമ്മളുടെ റിസോൾവ് ചെയ്ത കമ്പോണൻറ്റിൻ്റെ ആരോ താഴെ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി നെഗറ്റീവ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് തന്നൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യേണ്ട പോയിൻ്റ് ഈ എൻഡ് പോയിൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഈ പോയിന്റിലാണ് റിസോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് പോയിന്റിലാണ് റിസോൾവ് ചെയ്യേണ്ടത്? അവിടെ നമ്മളൊരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മളെ റിസോൾവിങ് കമ്പോണൻ്റ് എങ്ങോട്ടാണ് വരിക? ഒരു കമ്പോണൻ്റ് ഈ ഡയറക്ഷനിലും വരും, ഒരു കമ്പോണൻ്റ് ഈ ഡയറക്ഷനിലും വരും. നമ്മളുടെ ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ പോയിൻ്റാണ് പോയത്. അപ്പോൾ റിസോൾവ് ചെയ്യുന്ന കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കണം? ടുവാർഡ്സ് ദ പോയിൻ്റ് ആയിരിക്കണം. ആരോ മാർക്ക് ഇടണം, നിർബന്ധമാണ്. ഈ ആരോസ് നിങ്ങൾ റിസോൾവ് ചെയ്യുന്നതിൽ ഇടണം, നിർബന്ധമാണ്. ഇതൊക്കെ ഈ ആരോ മാർക്ക് ഇടണം. കാരണം ഒരു ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം, മസ്റ്റാണ്. അപ്പോൾ ഇതൊരു ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫോഴ്സ് എങ്ങോട്ടാണ് പോകുന്നത്? സംഭവം ഇത് ലെഫ്റ്റിലാണെങ്കിലും ഇതിൻ്റെ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ടുവാർഡ്സ് റൈറ്റ് ആണ്. അതായത് ഈ ആരോ മാർക്ക് ടുവാർഡ്സ് റൈറ്റ് ആകുമ്പോൾ ദിസ് വിൽ ബി പോസിറ്റീവ്. ആൻഡ് ഈ ആരോ മാർക്ക് എങ്ങോട്ടാ? താഴേക്കാണ് പോകുന്നത്. മുകളിലാണ് ഇതിൻ്റെ പൊസിഷൻ എന്നുണ്ടെങ്കിലും ആരോ മാർക്ക് പോകുന്നത് താഴേക്കാണ്. അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവാർഡാണ്. ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കുള്ള പോസിറ്റീവ്, അതായത് ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ആണ്, നെഗറ്റീവാണ്. ഇനി ഇൻ കേസ് ഇതുപോലെ ഇങ്ങനൊരു ഫോഴ്സിൻ്റെ റിസോൾവ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുക. റിസോൾവ് ചെയ്യേണ്ട പോയിൻ്റ് നമ്മൾ ഏതാണെന്ന് അസ്യൂം ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിലും ഒരു കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിലും വന്നു. ഈ ആരോ മാർക്ക് എവേ ഫ്രം ദ പോയിൻ്റ് ആയതുകൊണ്ട് റിസോൾവ് ചെയ്യുന്ന കമ്പോണൻറ്റും എവേ ഫ്രം ദ പോയിൻ്റ്. ഈ ആരോ മാർക്ക് പോകുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ്, ടുവാർഡ്സ് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് ഈ ആരോ മാർക്കിൻ്റെ പൊസിഷൻ. ദെർഫോർ ദിസ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ദിസ് ആരോ വിൽ ബി ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കാണ്. സോ ദിസ് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോഴ്സിനെ നമ്മൾ രണ്ട് കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യുന്നത്. രണ്ട് കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യുമ്പോഴുള്ള ഡയറക്ഷൻ്റെ കാര്യം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇങ്ങനെയുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു കമ്പോണൻറ്റിനെ റിസോൾവ് ചെയ്യാനും അതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഈ ആരോ മാർക്കും പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനൊക്കെ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും. ഇപ്പോൾ ഈ വി എന്ന് പറയുന്ന ഫോഴ്സ് ഒരു 10 ആണെന്നുണ്ടെങ്കിൽ ഇത് 5 ആയിക്കൊണ്ട് പോവോ? ഇല്ല. അത് ഈ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ആംഗിളിനോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതെത്ര വരും നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ഫോഴ്സിനെ എത്രത്തോളമാണ് ഓരോ കമ്പോണൻറ്റിനും ഇത് പോകുന്നത് എന്നറിയാനാണ് അടുത്ത മെത്തേഡ്. അസ്യൂം ചെയ്യുക ഈ പി എന്ന് പറഞ്ഞ ഫോഴ്സിനെ പിയും ഈ ആംഗിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 ഡിഗ്രി ആണെന്ന് അസ്യൂം ചെയ്യുക. പി മേക്സ് ആൻ ആംഗിൾ വിത്ത് വെർട്ടിക്കലിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ റിസോൾവ് ചെയ്യുന്ന പൊസിഷനും ഡയറക്ഷനും നമ്മൾ കണ്ടു. ഇനി ഈ കമ്പോണൻറ്റ് പീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 25 ആണെന്ന് വിചാരിക്കാം.
P is equal to 25 ന്യൂട്ടൺ ഉള്ളൊരു ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാവും. ഈ 25ൻ്റെ എത്ര വാല്യൂസാണ്, എത്ര പെർസെൻറ്റേജാണ് ഇങ്ങോട്ട് പോകുന്നത്, എത്ര പെർസെൻറ്റേജാണ് ഇങ്ങോട്ട് പോകുന്നത് എന്നാണ് ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. 25 അല്ലേ? ഈ 25ൻ്റെ അടുത്തുള്ള കമ്പോണൻറ്റ് 25 മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കലാണ്. അപ്പോൾ വെർട്ടിക്കലിൻ്റെ ഓടുള്ള ആംഗിളാണ്, അല്ലെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 30. അപ്പോൾ കമ്പോണൻറ്റിൻ്റെ അടുത്തുള്ള ആംഗിളാണ് 30 എന്നുണ്ടെങ്കിൽ ആ കമ്പോണൻറ്റ് നമ്മൾ എഴുതേണ്ടത് 25ൻ്റെ, അതായത് എത്രയാണോ നമ്മൾ ഫോഴ്സ് ആ 25ൻ്റെ കോസ് ടൈംസ് 30 ആംഗിളിലാണ് ഈ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ദാറ്റ് ഈസ് ദിസ് വിൽ ബി 25 cos 30. ഇനി ഇവിടുത്തെ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 60 എഴുതാം, അങ്ങനെ എഴുതണം എന്നൊന്നുമില്ല. ഇത് 25 cos 30 ആണെന്നുണ്ടെങ്കിൽ ദിസ് കമ്പോണൻറ്റ് 25 sin 30 ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ആംഗിള് 20 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഈ ഇതിൻ്റെ വാല്യൂ ഒരു Q എന്ന് പറഞ്ഞ വാല്യൂ ആണ് വിചാരിക്കുക. Q എത്രയായിക്കോട്ടെ. അപ്പോൾ നമുക്ക് കമ്പോണൻ്റ് എഴുതണം. അപ്പോൾ നമ്മൾ നോക്കി Q എന്ന് പറഞ്ഞ ഫോഴ്സ്, ഈ ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിൾ 20 ഡിഗ്രി എന്ന് പറയുന്നത് ഈ കമ്പോണൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഏത് കമ്പോണൻറ്റുമായിട്ടാണ് നമ്മളുടെ ഫോഴ്സ് ആംഗിൾ ഉണ്ടാക്കുന്നത് ആ കമ്പോണൻറ്റ് ഓൾവേസ് കോസ് ആയിരിക്കും. ഏത് കമ്പോണൻറ്റിനായിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുക, ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ റോസിലെ 2 കമ്പോണൻറ്റിൽ ഏത് കമ്പോണൻറ്റിൻ്റെ ആംഗിളാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ആംഗിളിൻ്റെ അടുത്തുള്ള കമ്പോണൻറ്റ്, ഇപ്പോൾ ഈ ആംഗിളിൻ്റെ അടുത്തുള്ള കമ്പോണൻറ്റ് ഈ കമ്പോണൻ്റാണ്, ദാറ്റ് വിൽ ബി കോസ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ത് വരും? Q എത്രയാണോ നമ്മളെ ഫോഴ്സ് ആ Q ഫോഴ്സ് ടൈംസ് കോസ് 20 ഡിഗ്രി. അപ്പോൾ ഓപ്പോസിറ്റ് കമ്പോണൻറ്റ് Q ടൈംസ് സൈൻ സെയിം 20 ഡിഗ്രി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ നമുക്ക് ഇത് 20 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം അത് 20 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 അല്ലേ, ഇതെന്തായാലും 70 ഡിഗ്രി ആണ് വിചാരിക്കുക. അപ്പോൾ ഒരാൾക്ക് ഈ 20 വെച്ചിട്ട് ചെയ്യേണ്ട, 70 ഡിഗ്രി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് തോന്നിയാൽ നമുക്ക് ഈ 20 ഒഴിവാക്കാം. നമ്മൾ ഈ 70 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കി Q എന്ന് പറയുന്ന ഫോഴ്സ് 70 ഉണ്ടാക്കുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ കമ്പോണൻ്റാണ്. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ത് വരും? Q കോസ്, അതായത് ഏത് ആംഗിളാണോ ഉള്ളത് ആ ആംഗിളിൻ്റെ അടുത്തുള്ള കമ്പോണൻറ്റ് കോസ് 70 ഡിഗ്രി ആയിരിക്കും. ദിസ് കമ്പോണൻറ്റ് വിൽ ബി Q സൈൻ 70 ഡിഗ്രി. കോസ് 20 ഈസ് ഈക്വൽ ടു സൈൻ 90 ആണ് അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമ്മൾ ആംഗിൾ സെയിമാണ്. ഇത് 20 വെച്ച് ചെയ്താലും 70 വെച്ച് ചെയ്താലും നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? സെയിം ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതുപോലെ ഇവിടെയാണ് നമ്മൾ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? അപ്പോൾ നോക്കുക, ഈ ആംഗിള് 55 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസോൾവ് ചെയ്തു, ആരോ മാർക്ക് വരച്ചു. ഈ കമ്പോണൻറ്റിൻ്റെ വാല്യൂ എന്താ വരിക? Q ആണല്ലേ നമ്മളെ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് അത് എഴുതി ഇൻറ്റു ആംഗിളിൻ്റെ അടുത്തുള്ള കമ്പോണൻറ്റ്. അപ്പോൾ ഇതന്നെ കോസ് 55 ഡിഗ്രി വരും. ഇത് Q സൈൻ 55 ഡിഗ്രി. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഇനി നിങ്ങൾ ഇതേപോലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എപ്പോഴും ആലോചിക്കുക, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ റിസോൾവ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ നോക്കണം. ഡയറക്ഷൻ അതായത് ആരോ മാർക്ക് ഇടണം നിർബന്ധമാണ്. ആരോ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമാണ്. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കണം. മാഗ്നിറ്റ്യൂഡിന് നാം പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ ഏതാണോ അതിൻ്റെ അടുത്തുള്ള കമ്പോണൻറ്റ് വിൽ ബി കോസ് കമ്പോണൻ്റ് ആയിരിക്കും. ഓക്കെ, ഏത് ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നത് ആ അടുത്തുള്ള കമ്പോണൻ്റ് കോസ് ആയിരിക്കും. ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നതും പോസിറ്റീവ് സൈൻ മാർക്ക് ചെയ്യുന്നതും ഈ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ
ഈ റെസൊല്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഫോഴ്സ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ഫോഴ്സ്, ഇപ്പോൾ നോക്കുക, ആ ഫോഴ്സ് എല്ലാം PQS എന്ന് പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എസ് എന്നുള്ള ഫോഴ്സ് ഓൾറെഡി ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ എസ് എന്ന് പറയുന്നത് ശരിയാണ്. ക്യൂ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട് അല്ലേ, ഈ കമ്പോണൻ്റ് ഒരു θ1 ആംഗിളിലാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്. ഇൻക്ലൈൻഡ് ഫോഴ്സ്, മെക്കാനിക്സിൽ ഏത് ഇൻക്ലൈൻഡ് ഫോഴ്സ് വന്നാലും നമ്മൾ അതിനൊക്കെ റിസോൾവ് ചെയ്യണം. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ ഈ ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തിട്ട് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്തു. ഇപ്പോൾ ഈ ക്യൂ ഇല്ല, ക്യൂക്ക് പകരം ഞാൻ എന്ത് ചെയ്തു, ഒരു ഹൊറിസോണ്ടൽ, ദാറ്റ് ഈസ് ഇത് ക്യൂ കോസ് θ1 വരും, ഇത് ക്യൂ സൈൻ θ1 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് രണ്ടെണ്ണാക്കി. ഇപ്പോൾ 1 2 3 3 ഫോഴ്സായി. ഇനി പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. ഈ പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഈ പറഞ്ഞ പോലെ എന്താണ്, ഇൻക്ലൈൻഡ് ആണ്. ഈ പി എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യണം. പി വെർട്ടിക്കൽ നെറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ θ2 ആണെന്ന് വിചാരിക്കുക. ഈ പീനെ ഞാൻ ഇതേപോലെ ഇങ്ങനെയാണ് പി ഇവിടെ നിന്നാണ് റിസോൾവ് ചെയ്യേണ്ടത്. ഒരു കമ്പോണൻറ്റ് ഹൊറിസോണ്ടലോ ഒരു കമ്പോണൻറ്റ് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തു. ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പി സൈൻ θ2 ആയിരിക്കും, ഈ കമ്പോണൻറ്റ് പി കോസ് θ2 ആയിരിക്കും. കാരണം എന്താ, നമ്മളെ θ2 എന്ന് പറഞ്ഞ ആംഗിൾ ഈ കമ്പോണൻറ്റ് അടുത്താണ്. സോ ദിസ് വിൽ ബി പി കോസ് θ2. അപ്പോൾ ഈ പിയും പോയി. അപ്പോൾ 3 ഫോഴ്സ് ഉള്ളതിനെ നമ്മൾ എത്ര ഫോഴ്സാക്കി മാറ്റി, ഇവിടെ ഒരു പി കോസ് θ2, പി സൈൻ θ2, ക്യൂ കോസ് θ1, പി സൈൻ θ2, പിന്നെ ഓൾറെഡി ഒരു എസ് ഉണ്ട്, അത് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് നമ്മൾ അതിനൊന്നും മാറ്റിയില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സിനെ 1 2 3 ഹൊറിസോണ്ടൽ ഫോഴ്സും 1 2 2 വെർട്ടിക്കൽ ഫോഴ്സും ആക്കി. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് സിഗ്മ എച്ച്, അതായത് സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടോ. ഇവിടെ 3 ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. ഈ 3 ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡയറക്റ്റ് ആഡ് ചെയ്തു, H1 + H2 + H3. അതുപോലെ സിഗ്മ വി വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ്, V1 + V2. എത്രത്തോളം വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ അത്രയും. ഇപ്പോൾ 1000 ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ 1000നും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ടെങ്കിൽ അത്രയും 1000 ഹൊറിസോണ്ടൽ ഫോഴ്സും 1000 വെർട്ടിക്കൽ ഫോഴ്സും കൂടി സം ചെയ്തിട്ട് സിഗ്മ എച്ച് കണ്ടുപിടിക്കുക, സിഗ്മ വി കണ്ടുപിടിക്കുക. ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ടത്. റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് = സിഗ്മ എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ വി ദ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇപ്പോൾ ഈ ഒരു 3 ഫോഴ്സിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഈ 3 ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടും. ഓക്കെ, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്, അതിന് ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് θ = tan ഇൻവേഴ്സ് മോഡ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. മോഡ് എന്ന് പറയുന്നത് എന്താ, ഈ സിഗ്മ സമ്മ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് മേ ബി നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എന്തും ആവാം അല്ലേ. ഇപ്പോൾ ഇത് ഹൊറിസോണ്ടലിൽ പോകുന്ന റൈറ്റിക്ക് പോകുന്നത് പോസിറ്റീവും ലെഫ്റ്റിക്ക് പോകുന്നത് നെഗറ്റീവും എടുക്കും. അപ്പോൾ സമ്മ് എടുക്കുമ്പോൾ മേ ബി സമ്മ് എന്ന് പറയുന്നത് നെഗറ്റീവ് വരാം ഓർ പോസിറ്റീവ് വരാം. എച്ചിൻ്റെ കേസിലും ഇതന്നെ നെഗറ്റീവ് വരാം പോസിറ്റീവ് വരാം. അപ്പോൾ ആ നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ്റെ ഇക്വേഷൻ. ഇങ്ങനെ ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്ന ഈ പ്രോസസ്സിൻ്റെ പേരാണ് കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ കോമ്പോസിഷൻ എന്നും, ഇങ്ങനെ റിസോൾവ് ചെയ്യുന്നതിനെയാണ്, സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസൊല്യൂഷൻ എന്നും പറയുന്നത്. ഈ 2 പ്രോസസ്സും കൂടി കമ്പൈൻ ചെയ്താലാണ് നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ തിയറി ഒന്നും നമുക്ക് പഠിക്കാനില്ല, ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോബ്ലംസ് കാണാം. ഓക്കെ, താങ്ക് യു.